നല്ല ടേസ്റ്റിൽ ബീഫ് വരട്ടിയത് ഇതാ നോക്കിയേ. അതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നില്ലേ, അതുപോലത്തെ ഒരു ഐറ്റമാണ് ഇന്നേ. നമുക്കൊരു ഏകദേശം റെഡിയായി. ഇപ്പം ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നോക്കിയ മക്കളെ, ഇങ്ങനെ ആവിയൊക്കെ പറക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വിശദമായി കാണാം, വാ. ഹലോ ഗൈസ്, ഇന്ന് മാർക്കറ്റിൽ പോയിട്ടുണ്ടല്ലോ, നല്ല ബീഫ് കിട്ടിയത്. 200 ഗ്രാം ഉണ്ടായിരുന്നേ. അത് ഞാനിവിടെ കൊണ്ടുവന്ന് 3 പാക്കറ്റാക്കി വെച്ച് 3 ടൈമിൽ ഉപയോഗിക്കാൻ വേണ്ടി. 400 ഏകദേശം. അതിന് ഒരു പാക്കറ്റ് എടുത്തിട്ട് അത് ചെറുതായി മുറിച്ചിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് കറി അല്ലെങ്കിൽ വരട്ടിയത് അല്ലെങ്കിൽ റോസ്റ്റ് എന്തും വിളിച്ചോ, ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് കറി. ഓക്കെ, വാ കാണിച്ചിടാം. ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ വെച്ചു. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഇനി അതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായി മുറിച്ചത്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 പച്ചമുളക് നടുകെ മുറിച്ചത്, 1 മീഡിയം സൈസ് തക്കാളി ചെറുതായി മുറിച്ചത്. ഇനി അത് നന്നായി ആ നെയ്യിൽ നല്ലോണം വേവിച്ചെടുക്കുക. കുക്കർ അടക്കാതെയാണ് വേവിക്കുന്നത്, നെയ്യിൽ തന്നെ നല്ലോണം വേവിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മൾ ബീഫ് 400 ഗ്രാം ചിന്ന പീസാക്കിയിട്ട് ഇട്ടതേ, അതും കൂടിയിട്ട് ആ മസാലയൊക്കെ നന്നായി പിടിപ്പിക്കുക. ആ ഉള്ളിയും തക്കാളിയും ഓയിലൊക്കെ ഉള്ള മസാല നന്നായി അങ്ങ് പിടിപ്പിക്കുന്നു. ഇനി അതിലൂടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇനി അതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 കറിവേപ്പില, 1 തണ്ട് കറിവേപ്പില അങ്ങനെ അതിലിട്ട് കൊടുക്കുന്നു. ഇനി അതിലോട്ട് ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി. അതെല്ലാം കൂടി വീണ്ടും നന്നായി ഇളക്കി ആ മസാലയൊക്കെ ബീഫിലേക്ക് നന്നായി പിടിപ്പിക്കുന്നു. ആ മസാലയൊക്കെ നല്ല അടിപൊളി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ മസാലകൾ. പിന്നെ ഇനിയും ആ മുളക് പൊടി മല്ലിപ്പൊടിയില്ല, ആ മസാലയില്ല, അതും കൂടി നന്നായി ഒന്ന് വേവും കുറച്ച്. ഇനി ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇതിൽ കുക്കർ അടക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ്. ഇനിയും ഒന്ന് ഇളക്കി കൊടുത്തു. ഇതിൽ വെള്ളം തീരെ ഒഴിക്കുന്നില്ല കേട്ടോ, വെള്ളം എന്ന് പറഞ്ഞ സംഭവം ഒഴിക്കുന്നില്ല. ഇനി നമ്മൾ കുക്കർ അടച്ചു വെക്കുന്നു. ആ ബീഫിൽ തന്നെ കുറച്ച് വെള്ളം വരും. ഇനി അടച്ചു വെച്ച് ഞാനിവിടെ 8 വിസിലാണ് ഈ കുക്കറിൽ എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രം എടുത്ത് നമുക്ക് താളിക്കാം. കുറച്ച് ഓയിൽ വെച്ച് ചൂടാക്കി 2 പച്ചമുളക് നടുക്കി കയറിയത്, പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുന്നു. ഇനി നമ്മൾ ഈ കുക്കറിൽ ആവിയൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുക. മാഷാ നല്ല അടിപൊളി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഈ കറിവേപ്പില ഇത് അങ്ങ് ഒഴിച്ചെടുത്തു. ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കൂടി രണ്ടും കൂടി നന്നായി ഇളക്കി കൊടുക്കാം. അടിയിൽ കുറച്ച് കരിഞ്ഞ പോലെ ഉണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അത് കുറച്ച് ഇതായിന്നേ ഉള്ളൂ. ഇനി അതൊക്കെ മിക്സ് ആകുമ്പോൾ നല്ല അടിപൊളി മിക്സായി വന്ന്. മാഷാ അതൊന്നും ചെയ്യാനില്ല, വളരെ പെട്ടെന്ന് ആ കുക്കറിൻ്റെ വേവിൻ്റെ ടൈമിന് വേണ്ടി നല്ല അടിപൊളി സംഭവമാണ് മക്കളെ. നല്ല ടേസ്റ്റി ആയിരുന്നു, സൂപ്പർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. വളരെ ഈസി, സിമ്പിൾ, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള അടിപൊളി ഫുഡുമായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് വരട്ടിയതോ എന്താണെന്ന് വെച്ചാൽ അത് റെഡിയായി ഇവിടെ. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്, നല്ല അടിപൊളിയായിരുന്നു. കഴിക്കാനും സൂപ്പറായിരുന്നു. നല്ല ചൂട് പൊറോട്ടയോ ഇല്ലെങ്കിൽ നെയ്ച്ചോറോ എന്തിൻ്റെ കൂടെയും അങ്ങ് തട്ടി മാറ്റാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം.